പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഇവിടെയാണ് കയറേണ്ടത്. കാരണം മേപ്പാടിയിൽ നിന്ന് നമ്മുടെ പുത്തുമലയിൽ ഉരുൾപൊട്ടിയ ആ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മൾ കൂടപ്പിറപ്പിങ്ങളെ അടക്കം ചെയ്തിട്ടുള്ളത്. അവിടെ ഹിന്ദു ഇല്ല, മുസ്ലിം ഇല്ല, ക്രിസ്ത്യൻ ഇല്ല, എല്ലാവരും ഒരുപോലെ ഒറ്റക്കെട്ടായി ഓരോ പറമ്പിൽ ഒരേ എന്താ പറയുക കരൾ അലിയിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. സ്ഥിരം താമസിക്കേണ്ട ചൂരമല താമസിക്കേണ്ട ആളാണ്. മേപ്പാടി അട്ടമല മുണ്ടക്കായി ചൂരമല ഈ ഭാഗത്താണ് ചൂരമലയുടെ സ്ഥിരത്തിൻ്റെ വീട്. ഞാനിപ്പോൾ താമസിക്കുന്നത് പിലാക്കാവ് എന്നുള്ള സ്ഥലത്താണ്, മാനന്തവാടി പിലാക്കാവിലാണ്. ഇവിടെ വീടെടുത്ത് ഇവിടെ താമസിക്കാമെന്ന്. ഇവിടെ താമസിക്കാനാണെങ്കിലും കുറച്ച് കാലമായി. പിന്നെ ഇപ്പോൾ അവിടെ ഉരുൾപൊട്ടിൽ ഒരു ദിവസം രാത്രി, ഇപ്പോൾ ഈ ഉരുൾപൊട്ടിയ സമയത്താണ് രാത്രി ഒരു മണി 2 മണിയായപ്പോൾ എൻ്റെ പെങ്ങൾ വിളിക്കുന്നു. വിളിച്ചിട്ട് പറഞ്ഞ് ഇവിടെ ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര മഴയാണ്, ഭയങ്കര ഒച്ചപ്പാടാണ്, എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ച് പറയുന്നുണ്ടായി. അപ്പോൾ എന്താണ് നിങ്ങളിപ്പോൾ എവിടെ ഉള്ളതെന്നൊക്കെ ചോദിച്ചത്. അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങളിപ്പോൾ വീട്ടിൽ നിന്ന് ഓടുകയാണ്. ഓടിയിട്ട് നമ്മൾ നേരെ കുറച്ചപ്പുറത്ത് ഒരു മയ്യത്തുകാരുണ്ട്, പള്ളി മറവ് എന്ന സ്ഥലം. അപ്പോൾ ഞങ്ങൾ മയ്യത്തുകാരുടെ മേലേക്കാണ് ഓടുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ അങ്ങോട്ടാണ് ഓടുന്നത്. ആ ഭാഗത്ത് പോയിട്ടാണ് നിന്നിട്ടുള്ളത്. അപ്പോൾ ഈ മല ഇടിഞ്ഞ് വരുന്ന ശബ്ദങ്ങളും ഈ കല്ലിൻ്റെ ശബ്ദങ്ങളും ആ ചെറപ്പറ ശബ്ദങ്ങളൊക്കെ കേട്ട് ആകെ പേടിച്ച് ബേജാറായി. അപ്പോഴൊന്ന് ചൂരമല ഭാഗമൊക്കെ വന്നിട്ട് ഒച്ചപ്പാടും ബഹളമൊക്കെ കേൾക്കുന്നുണ്ട്. ഓരോരുത്തർ ആർപ്പുവിളിയൊക്കെ കേൾക്കുന്നുണ്ട്, ഫോണിൽ കൂടി കേൾക്കുന്നുണ്ട് വിളിച്ച് പറയുമ്പോൾ. അപ്പോൾ ചൂരമല ഭാഗത്തേക്ക് എത്തിക്കണം, വള്ളങ്ങളൊക്കെ എത്തി. അവിടുന്ന് ആൾക്കാർ ഭയങ്കര ഒച്ചപ്പാടൊക്കെ ആയിട്ട്, ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഒച്ചപ്പാട് കേൾക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇങ്ങനെ പറയേണ്ടി ഇവിടെ നിന്നിട്ട് ഞാൻ ഇപ്പം എന്ത് ചെയ്യാനാ, ആകെ ബേജാറായി എന്നല്ലാണ്ട് പോകാനുള്ള ഇതില്ലല്ലോ. രാത്രി 1 മണി 2 മണിയായില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു ഏതായാലും സുരക്ഷിതമായ സ്ഥലത്തേക്ക് കയറി നിൽക്കുക, നിങ്ങൾ എല്ലാവരും കൂടി ഭാഗത്തേക്ക് കയറി നിൽക്കുക, എല്ലാവരും ഉള്ള ഭാഗത്തേക്ക് പോയാൽ മതി, ഒറ്റ വിട്ടിട്ട് എടുക്കും പോകരുത് എന്നൊക്കെ പറഞ്ഞു. എന്തേ പ്രത്യേകിച്ച് തന്നെ അപ്പക്കപ്പം വീട് അറിയിക്കണം എന്നൊക്കെ പറഞ്ഞു അവളെ വിളിച്ച് പറഞ്ഞു. പറഞ്ഞ് ഓരവിടെ നിന്ന് മേലേക്ക് പോയി തന്നു. പിന്നെ ആ ഭാഗത്ത് നേരം വെളുത്ത് പിന്നെ നോക്കുമ്പോൾ അവിടെ ആകെ ചൂരമലൊന്നുമില്ല. ടൗണുകളൊക്കെ പോയി, പാലങ്ങളൊക്കെ അടിച്ച് തകർത്ത് പോയി. നമ്മളൊപ്പം പഠിച്ച ആൾക്കാരും ഒപ്പം നടന്നിരുന്ന ആൾക്കാരൊക്കെ ഇത് ഒഴിച്ച് ഇല്ലാണ്ടായിപ്പോയി. ഞാൻ എപ്പോഴും പോയാലും അവിടെ പറഞ്ഞ് പിന്നെ ഇവിടെ ടൗണിൽ ചൂരമല ടൗണിൽ എൻ്റെ ഒരു സ്നേഹിതല്ല, വേറൊരാളാണ്, എൻ്റെ അപ്പുറത്തൊക്കെ ഒരു വികലാംഗനാണ് മൂപ്പര്. അപ്പോൾ മൂപ്പരായിട്ട് അങ്ങനെ വർത്താനം പറഞ്ഞാൽ ഒരു പെട്ടിക്കടൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് മൂപ്പര്, മുട്ടായി അതൊക്കെ ആയിട്ട് വെച്ച് കച്ചവടമായിട്ട് ഇരിക്കുക. ഞാനവിടെ ചെന്താ ഇരിക്കല്, മൂപ്പരടുത്ത് വർത്താനം പറഞ്ഞിരിക്കും. പിന്നെ എൻ്റെ പെങ്ങളെ മോൻ്റെ കടയുണ്ട് തൊട്ടപ്പുറത്ത്. അപ്പോൾ മൂപ്പരടുത്ത് വർത്താനം പറഞ്ഞ് മൂപ്പരും ഫാമിലിയൊക്കെ അവിടെ തന്നെ താമസിക്കുന്നത്, ചൂരമല ബാക്ക് ടൗണിൽ തന്നെ. അപ്പോൾ ഈ ചൂരമല ടൗണിൻ്റെ ബാക്ക് ഭാഗത്ത് ഒരുപാട് വീടുകളുണ്ട്. ആ കൂട്ടത്തിൽ ആ വീടുകളും ഇവരും എല്ലാം മൊത്തം പോയി. ഇയാളെ പെണ്ണുങ്ങളും ഈ വികലാംഗൻ ഇയാളൊക്കെ പോയി. പിന്നെ നമ്മളൊപ്പം പഠിച്ചിരുന്ന കുറേ സ്നേഹിതന്മാരുണ്ടായിരുന്നു. നമ്മളൊക്കെ പോയപ്പോഴും ഹലോ എന്ന് പറഞ്ഞിട്ട് ഒന്ന് കയ്യേറാനും സലാം പറയാനും പറ്റിയ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ നമ്മളിൽ നിന്നും ഇവിടെ പറഞ്ഞു പോയി. അപ്പോൾ അവിടേക്ക് പോയ നെഞ്ചെടുപ്പാണ് അത് കാണുമ്പോൾ. അപ്പോൾ ഞാനൊക്കെ അവിടെ താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥ ഇതേ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. അതാൻ്റെ കാവല് എന്നല്ലാണ്ട് അതൊന്നും പറയാനില്ല. അങ്ങനെയൊക്കെയാണ് അവിടുത്തെ ചുറ്റുപാട് നടന്നിട്ടുള്ളത്. എന്തായാലും വല്ലാത്ത സംഭവമായി മാറി. ഇങ്ങനെ കാണുമ്പോൾ എന്ത് സുന്ദരമാണല്ലേ വയനാട്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് അതിലേറെ സുന്ദരമായ കാഴ്ചയാണ്. പക്ഷേ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മുണ്ടക്കായി ചൂരൽമലയിൽ ആ ഒരു ലാൻഡ് സ്ലൈഡിങ് നടന്നിട്ടുള്ള ആ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുള്ള ആ ഒരു സ്ഥലം കാണാനാണ് ഞാനും എൻ്റെ സുഹൃത്ത് മുസ്തഫയും കൂടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഹലോ സുഹൃത്തുക്കൾ, അപ്പോൾ ഞങ്ങൾ ചൂരൽമല മുണ്ടക്കൈയിലേക്ക് പോകുന്ന റൂട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ 1 കിലോമീറ്ററാണ് ഇനി ചൂരൽമലയിലേക്കുള്ളത്, മുണ്ടക്കൈ ചൂരൽമല ആ ഒരു ഭാഗത്തേക്കുള്ളത്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിയിൽ ഇവിടെ നിർത്താതെ പോകാൻ പറ്റില്ല. കാരണം പുത്തുമലയിൽ പണ്ട് ഉരുൾപൊട്ടിയിട്ട് അവിടുത്തെ ആളുകൾക്ക് പുനരധിവാസം കൊടുത്തുള്ളത് ഈ കുന്നിൻ്റെ മുകളിലാട്ടോ. ഞാനിപ്പോൾ ഇതിലൂടെ പോയപ്പോൾ ജസ്റ്റ് ഇതൊന്ന് കാണിക്കണം തോന്നി. മുണ്ടക്കൈ ചൂരൽമല.
സുഹൃത്തുക്കളെ ടൗണൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്നു കേട്ടോ. വന്ന് ഇവിടെ ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിലാണ് ഇപ്പോൾ നമ്മുടെ ചൂരൽമലയിലും മുണ്ടക്കയിലൊക്കെ ഉണ്ടായിരുന്ന കുട്ടികളെ ഇങ്ങോട്ടാണ് ഈ ഒരു സ്കൂളിലാണ് ഇപ്പോൾ അവരെ പഠിപ്പിക്കുന്നത് കേട്ടോ. അവർക്ക് അവിടെ ഒരു സ്കൂൾ റെഡി ആവുന്നവരെ അവരെ വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ ഈ സ്കൂളിലാണ് ഇപ്പോൾ നടക്കുന്നത്. 2 സ്കൂളുണ്ട് അവിടെ. അതിൽ വന്ന് 2 സ്കൂളുണ്ട് അല്ലേ? ഇതിലുണ്ട് അല്ലേ? ചേട്ടൻ്റെ പേരെന്താ? ഉസ്മാൻ. ഇവിടെ ഉള്ള ഇതാണ് സ്കൂൾ. മേപ്പാടി ഗ്രാമപഞ്ചായത്ത് ഗവൺമെൻറ് LP സ്കൂൾ മേപ്പാടി. ഇതിലില്ലാന്ന് പറഞ്ഞിട്ടോ. അപ്പുറത്തെ ആളുണ്ട്. ആ ഹാളിലാണ് ഇപ്പോൾ ആ കുട്ടികളുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങോട്ട് പോകാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ പോയി നോക്കാം. ഈ ഒരു ഇതിലാണ് ഉള്ളതെന്നാണ് പറഞ്ഞിട്ട്. നമുക്ക് ജസ്റ്റ് അവരെ വീഡിയോ എടുക്കുന്നത്, പക്ഷെ അവരൊന്ന് കാണാം, കുട്ടികളൊന്ന് കാണാമെന്നുള്ളതിലാണ് ഞാൻ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റെപ്പ് കയറിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ. ഞാനിപ്പോൾ ആ സ്കൂളിൽ പോയിട്ടോ, പക്ഷെ അവിടെ വീഡിയോ എടുക്കാനുള്ള അലൗഡ് ഇല്ല. അപ്പോൾ ഏകദേശം 32 കുട്ടികളോട് മിസ്സായി എന്നാണ് പറഞ്ഞിട്ടോ. സുഹൃത്തുക്കളെ, ഞങ്ങൾ ചൂരൽമല മുണ്ടക്കൈ ആ ഭാഗത്തേക്ക് പോവുമായിരുന്നു. പക്ഷേ 2-3 ദിവസമായിട്ട് ഉച്ചയ്ക്ക് ശേഷം നല്ല മഴയാണ് ഇവിടെ. അപ്പോഴും മഴ പെയ്തുകൊടുത്ത് മഴ സ്റ്റാർട്ട് ചെയ്തു. ഇതുവരെ ഇല്ലായിരുന്നു കേട്ടോ. മേപ്പാടി ടൗണിൽ ഞങ്ങൾ ഇറങ്ങി നിന്നപ്പോൾ മഴയില്ല. അവിടുന്ന് ഇങ്ങോട്ട് കയറി ഏകദേശം ഒരു 3 കിലോമീറ്റർ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ മഴ തുടങ്ങി. അപ്പോൾ ഈ ചൂരൽമല അതുപോലെ തന്നെ മുണ്ടക്കൈ ആ ഭാഗത്ത് നല്ല മഴയാവും എന്നാണ് പറഞ്ഞു കേട്ടിട്ടോ. എന്തായാലും നമുക്ക് പോയി. അപ്പോൾ സുഹൃത്തുക്കളെ, മഴയ്ക്ക് ചെറിയൊരു ശമനം ഉണ്ട് കേട്ടോ. വലിയ മഴയില്ല, നല്ല മഴ പെയ്യുന്നതാണ് വിചാരിച്ചത്. നല്ല മഴ പെയ്തിട്ടുണ്ടോ, നല്ല വെള്ളം ഒലിക്കുന്നുണ്ടോ? അല്ലേ, ഇത് മുത്തുമലയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മളെ പുസ്തകം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും നമുക്കറിയില്ല കേട്ടോ. നന്നായിട്ട് അറിയുന്ന ഈ ഒരു ഏരിയനെ കുറിച്ച് നന്നായിട്ട് അറിയുന്ന ഒരാളാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, പുത്തുമലയിൽ അന്ന് ഉരുൾപൊട്ടിയിട്ട് ഈ ഒരു ഏരിയ മൊത്തമാണ് പോയത് കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, പുത്തുമലയിൽ ദുരന്തം നടന്ന ഏരിയയാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് ചൂരൽമലയിലും അതുപോലെ തന്നെ മുണ്ടക്കയിലൊക്കെ മരിച്ച ആളുകളെ കവറടക്കി എല്ലാവരും മറവ് ചെയ്തിരിക്കുന്ന സ്ഥലമാണ് ഇനിയിപ്പോൾ കാണാൻ പോകുന്നത് കേട്ടോ. ആ ഫ്രണ്ടിൽ കാണുന്നത് അല്ലേ, ആ വെള്ള കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2024 ജൂലൈ 30 നടന്ന അപകടത്തിൻ്റെ അതിൽ മരണപ്പെട്ടവരെ മറവ് ചെയ്ത സ്ഥലമാണ് അല്ലേ? ചെങ്ങന്മാരെ, ഇനിയിപ്പോൾ നേരെ പോകുന്നത് ഇവിടെ അടക്കം ചെയ്തിട്ടുള്ള ആ ഒരു സ്ഥലത്തേക്കാട്ടോ. ഇവിടെ നമ്മളെ മുണ്ടക്കയിലും ചൂരൽമലയിലൊക്കെ ആ ഒരു ഉരുൾപൊട്ടലിൽ മരണപ്പെട്ട ആളുകളെ അടക്കിയിട്ടുള്ള സ്ഥലമാണ്. പിന്നെ പടം ഉരുൾപൊട്ടൽ ഒരു ദിവസം രാത്രി, ഇപ്പോൾ ഈ ഉരുൾപൊട്ടിയ സമയത്താണ് രാത്രി 1 മണി 2 മണിയായപ്പോൾ എൻ്റെ പെങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞ് ഇവിടെ ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര മഴയാണ്, ഭയങ്കര ഒച്ചപ്പാടാണ്, എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ച് പറയുന്നുണ്ടായി. അപ്പോൾ എന്താണ് നിങ്ങളിപ്പോൾ എവിടെ ഉള്ളതെന്നൊക്കെ ചോദിച്ചത്. അപ്പോൾ അവരിവിടെ പറഞ്ഞ് ഞങ്ങളിപ്പോൾ വീട്ടിൽ നിന്ന് ഓടുകയാണ്. ഓടിയിട്ട് നമ്മൾ നേരെ കൊത്തപ്പുറത്ത് ഒരു മയ്യത്തുകാരുണ്ട്, പള്ളി മറവ് ചെയ്യുന്ന സ്ഥലം. അപ്പോൾ ഞങ്ങൾ മയ്യത്തുകാരുടെ മേലേക്കാണ് ഓടുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ അങ്ങോട്ടാണ് ഓടുന്നത്. ആ ഭാഗത്ത് പോയിട്ടാണ് നിന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ മല ഇടിഞ്ഞ് വരുന്ന ശബ്ദങ്ങളും ആ കല്ലിൻ്റെ ശബ്ദങ്ങളും ആ ചറപ്പറ ശബ്ദങ്ങളൊക്കെ ആകെ പേടിച്ച് ബേജാറായിരുന്നു. അപ്പോൾ ഇതൊന്ന് ചൂരൽമല ഭാഗമൊക്കെ വന്നിട്ട് ഒച്ചപ്പാടും ബഹളമൊക്കെ കേൾക്കുന്നുണ്ട്. ഓരോരുത്തർ ആർപ്പുവിളിയൊക്കെ കേൾക്കുന്നുണ്ട്, ഫോണിൽ കൂടി കേൾക്കുന്നുണ്ട് വിളിച്ച് പറയുമ്പോൾ. അപ്പോൾ അത് ചൂരൽമല ഭാഗത്തേക്ക് എത്തിക്കണം, വള്ളങ്ങളൊക്കെ എത്തി. അവിടുന്ന് ആൾക്കാർ ഭയങ്കര ഒച്ചപ്പാടൊക്കെ ആയിട്ട്, ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഒച്ചപ്പാട് കേൾക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇങ്ങനെ പറയേണ്ടി ഇവിടെ നിന്നിട്ട് ഞാൻ ഇപ്പം എന്ത് ചെയ്യാനാ, ആകെ ബേജാറായി എന്നല്ലാണ്ട് പോകാനുള്ള ഇതില്ലല്ലോ. രാത്രി 1 മണി 2 മണി ആയില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു ഏതായാലും സുരക്ഷിതമായ സ്ഥലത്തേക്ക് കയറി നിൽക്കുക, എല്ലാവരും കൂടി ഭാഗത്തേക്ക് കയറി നിൽക്കുക, എല്ലാവരും ഉള്ള ഭാഗത്തേക്ക് പോയാൽ മതി, ഒറ്റ വിട്ടിട്ട് എടുക്കും പോകരുത് എന്നൊക്കെ പറഞ്ഞു. എന്തേ പ്രത്യേകിച്ച് തന്നെ അപ്പക്കപ്പം വീട് അറിയിക്കണം എന്നൊക്കെ പറഞ്ഞു അവളെ വിളിച്ച് പറഞ്ഞു. പറഞ്ഞ് ഓരവിടെ നിന്ന് ഓരോ മേലേക്ക് പോയി തന്നു. പിന്നെ ആ ഭാഗത്ത് നേരം വെളുത്ത് പിന്നെ നോക്കുമ്പോൾ അവിടെ ആകെ ചൂരൽമലൊന്നും ഇല്ല. കവളകളൊക്കെ പോയി, പാലങ്ങളൊക്കെ അടിച്ച് തകർത്ത് പോയി. നമ്മളൊപ്പം പഠിച്ച ആൾക്കാരും ഒപ്പം നടന്നിരുന്ന ആൾക്കാരൊക്കെ ഇത് ഒഴിച്ച് ഇല്ലാണ്ടായിപ്പോയി.
ഞാൻ എപ്പോഴും പോയാലും അവിടെ പറഞ്ഞ് പിന്നെ ഇവിടെ ടൗണിൽ ചൂരൽമല ടൗണിൽ എൻ്റെ ഒരു സ്നേഹിതല്ല വേറെ ഒരാളാണ് എൻ്റെ അപ്പുറത്തൊക്കെ ഒരു വികലാംഗനാണ് മൂപ്പര്. അപ്പോൾ മൂപ്പരായിട്ട് അങ്ങനെ വർത്താനം പറഞ്ഞാൽ ഒരു പെട്ടിക്കടൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് മൂപ്പര്, മുട്ടായി അതൊക്കെ ആയിട്ട് വെച്ച് കച്ചവടം വെച്ചിരിക്കുക. ഞാൻ അവിടെ ചെന്താ ഇരിക്കല്, മൂപ്പരടുത്ത് വർത്താനം പറഞ്ഞിരിക്കും. പിന്നെ എൻ്റെ പെങ്ങളെ മോൻ്റെ കടയുണ്ട് തൊട്ടപ്പുറത്ത്. അപ്പോൾ മൂപ്പരടുത്ത് വർത്താനം പറഞ്ഞ് മൂപ്പരും ഫാമിലിയൊക്കെ അവിടെ തന്നെ താമസിക്കും. ഈ കാണുന്നത് ഞാൻ പറഞ്ഞല്ലോ മറ ചെയ്തിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴുള്ള കാഴ്ച എന്ന് പറയുന്നത് എല്ലാ മതസ്ഥരും ഒരു ഇതിലാണ് കേട്ടോ. കാരണം നമുക്ക് ഇത് ആ ഉരുൾപൊട്ടി ആ സമയത്ത് തിരിച്ചറിഞ്ഞ ആളുകൾ മാത്രമാണ്. മുസ്ലിം ആണെങ്കിൽ അവരെ പള്ളിയിലും, അതുപോലെ തന്നെ ഹിന്ദുക്കളാണെങ്കിൽ അവരെ ആചാരപ്രകാരം, അതേപോലെ ക്രിസ്ത്യനാണെങ്കിൽ അവരെ ആചാരപ്രകാരമാണ് അവരെ അടക്കം ചെയ്തിരുന്നത്. പക്ഷേ അന്ന് തിരിച്ചറിയാൻ പറ്റാതെ DNA ടെസ്റ്റിന് അയച്ചിട്ടുള്ള ആളുകളുടെ ഓരോ അവയവങ്ങളും അതുപോലെ തന്നെ അവരെ ശരീരങ്ങളും ഇവിടെയായിരുന്നു അടക്കം ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് വരുന്നതനുസരിച്ചാണ് ഇവിടെ ആ ഒരു അവരെ മറ ചെയ്തിട്ടുള്ള ആ ഒരു അടയാളം വെച്ചിട്ടുണ്ട്. അതിൽ അവരെ പേരുകൾ കൊത്തിയിട്ടുള്ള ഗ്രാനൈറ്റിൽ അവരെ പേരുകൾ കൊത്തിയിട്ടുള്ള ആ സംഭവങ്ങൾ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശമായിട്ടുണ്ട്. ഒരുപാട് ആളുകളെ പേരുകൾ ഞാൻ വായിക്കാനിടയായി. അപ്പോൾ വല്ലാത്തൊരു കാഴ്ചയാണ് കേട്ടോ സുഹൃത്തുക്കളെ. ഭാഗത്ത് ഒരുപാട് വീടുകളുണ്ട്. ആ കൂട്ടത്തിൽ ആ വീടുകളും ഇവരും എല്ലാം മൊത്തം പോയി. ഇയാളെ പെണ്ണുങ്ങളും വികലാംഗൻ ഇയാളൊക്കെ പോയി. പോയി. പിന്നെ നമ്മളൊപ്പം പഠിച്ചിരുന്ന കുറേ സ്നേഹിതന്മാരുണ്ടായിരുന്നു. നമ്മളൊക്കെ പോയപ്പോഴും ഹലോ എന്ന് പറഞ്ഞിട്ടൊന്ന് കയ്യാറാനും സലാം പറയാനും പറ്റിയ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ നമ്മളിൽ നിന്നും ഇവിടെ പറഞ്ഞു പോയി. അപ്പോൾ അവിടേക്ക് പോയ നെഞ്ചെടുപ്പാണ് അത് കാണുമ്പോൾ. ഞാനൊക്കെ അവിടെ താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥ ഇതേ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. അതാണ്ട് കാവൽ എന്നല്ലാണ്ട് ഒന്നും പറയാനില്ല. അങ്ങനെയൊക്കെയാണ് അവിടുത്തെ ചുറ്റുപാടുകൾ.